നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2025-26 വർഷത്തേക്കുള്ള ബജറ്റ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ് നിയമസഭയിൽ. നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ പെൻഷൻ 200 രൂപ കൂടുമെന്നെല്ലാം ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും അതിനെക്കുറിച്ചൊന്നും സർക്കാർ ഇപ്പോൾ പറയുന്നില്ല, അല്ലെങ്കിൽ പെൻഷൻ കൂട്ടിയിട്ടില്ല. പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെ ദുഃഖകരമായ ദിവസമാണിന്ന്. അതിനെല്ലാം നോക്കാം. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതില്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് 200 രൂപ കൂടുമെന്നാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക വൃത്തങ്ങൾ നമ്മളെ അറിയിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിരുന്നു പെൻഷൻ 200 രൂപ കൂടുമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ബജറ്റ് അവതരണം പൂർത്തിയാക്കിയ സമയത്ത് പെൻഷൻ്റെ ഒരു കാര്യവും സർക്കാർ പറയുന്നില്ല. ആകപ്പാടെ പറഞ്ഞത് പെൻഷൻ്റെ ഓഡിറ്റിനെ കുറിച്ച് മാത്രമാണ്. അനധികൃതമായി പെൻഷൻ വാങ്ങുന്ന ആളുകളെ ഓഡിറ്റ് നടത്തുമെന്ന് മാത്രമാണ് സർക്കാർ ഇപ്പോൾ പറഞ്ഞത്. ഈ വർഷം അവസാനം പഞ്ചായത്ത് ഇലക്ഷനും അതിനുശേഷം നിയമസഭാ ഇലക്ഷനും നടക്കുന്നതിനാൽ തന്നെ പെൻഷൻ 200 രൂപ കൂടുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ 4 മാസത്തെ കുടിശ്ശിക തരാനുള്ളതിനെക്കുറിച്ചും സർക്കാർ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിരുന്നു 200 രൂപ കൂടുമെന്നുള്ളതും അതുപോലെ തന്നെ കുടിശ്ശിക പെൻഷൻ ഉടൻ തന്നെ ലഭിക്കുമെന്നുള്ളതെല്ലാം. അത് നമ്മൾ 2 രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. ഒന്ന്, പത്രമാധ്യമ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ. 2, തൊട്ടടുത്ത് നടക്കുന്ന പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനുമെല്ലാം മുന്നിൽ കണ്ട് പെൻഷൻ പണം കൂട്ടുമെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളിനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുള്ള ഓഡിറ്റ്. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ നടപടികളുമായി സർക്കാർ മുമ്പോട്ട് പോകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. പെൻഷൻ വാങ്ങുന്ന ഓരോ വ്യക്തിയെയും അന്വേഷണം നടത്തി അവർ പെൻഷന് അർഹതയുണ്ടോ, അവർ പെൻഷന് വാങ്ങാൻ അർഹതയുണ്ടോ എന്ന് അന്വേഷണം നടത്തി അവരെ പെൻഷൻ ഒഴിവാക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. 2000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് പെൻഷൻ അർഹത ഉണ്ടായിരിക്കില്ല. വീട്ടിൽ AC-യോ അല്ലെങ്കിൽ അതുപോലെ കാറോ ഉണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹത ഉണ്ടായിരിക്കില്ല. 1 ഏക്കറിന് മേലെ ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾക്കും പെൻഷൻ അർഹത ഉണ്ടായിരിക്കില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത്. സ്വന്തമായി 1-2 വീടുകളുള്ള ആളുകൾ, കുടുംബത്തിൽ ആരെങ്കിലും ഗവൺമെൻറ് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ ജോലിയുള്ള ആളുകൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പെൻഷന് പുറത്താകാം. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ